ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വർമാസ് വിജി വേൾഡ്. ഇന്ന് നമുക്ക് മാങ്ങ ഇഞ്ചി വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ മാങ്ങ ഇഞ്ചി. മാങ്ങയുടെ മണവും ഇഞ്ചിയുടെ ഷേപ്പുമാണ് ഇതിനുള്ളത്. എന്നാൽ ഇതിന് മാങ്ങയുടെ പുളി ഉണ്ടാവില്ല, ഇഞ്ചിയുടെ എരിവും ഇല്ല. അപ്പോൾ കാണാനും മണത്തിലും മാത്രമേ ഉള്ളൂ സാമ്യത, രുചിയിൽ ഇത് തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണ് ഈ മാങ്ങ ഇഞ്ചി. പ്രത്യേകിച്ച് നമ്മുടെ ആമാശയം, ചെറുകുടൽ, വൻകുടൽ ഇതിൻ്റെയൊക്കെ ക്ലീനിങ് പ്രോസസ്സിന് മാങ്ങ ഇഞ്ചി വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ അകാലനര, താരൻ, മുടി കൊഴിച്ചിൽ ഇതിനൊക്കെ ഒരു പ്രതിവിധിയാണ് ഈ മാങ്ങ ഇഞ്ചി. ഇഞ്ചിയുടെ പോലെ എരിവില്ലാത്തത് കൊണ്ട് തന്നെ മാങ്ങ ഇഞ്ചി വെറുതെ കഴിക്കാനും വളരെ നല്ലതാണ്. മാങ്ങ ഇഞ്ചി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം വിഭവങ്ങൾ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ശീലമാക്കണം. ആയുർവേദ ചികിത്സയിൽ ഒരു നേരത്തെ മെനുവിൽ മാങ്ങ ഇഞ്ചി ഉപയോഗിച്ചിട്ടുള്ള വിഭവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഏത് സീസണിലും ധാരാളം വിളവ് തരുന്ന ഒന്നാണ് മാങ്ങ ഇഞ്ചി. ഇത് നമുക്ക് ഇഞ്ചി മഞ്ഞളൊക്കെ നടണ പോലെ പറമ്പിൽ നടാം, അതല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടാവുന്നതാണ്. ഇഞ്ചിയും മഞ്ഞളൊക്കെ നടണ പോലെ തന്നെ ഇതിൻ്റെ കടഭാഗവും മുളപ്പുള്ള ഭാഗങ്ങളും നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മാങ്ങ ഇഞ്ചി ഉപയോഗിച്ചിട്ട് അച്ചാറ്, ചമ്മന്തി, പച്ചടി തുടങ്ങിയ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് മാങ്ങ ഇഞ്ചി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കണേന്ന് കണ്ടിട്ട് വരാം. ഇനി നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 100 ഗ്രാം മാങ്ങ ഇഞ്ചിയാണ് എടുത്താക്കുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താക്കുന്നതാണ്. പിന്നെ എടുത്താക്കുന്നത് ഒരു 4 നെല്ലിക്കയാണ്. അതുപോലെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എടുത്താക്കണ പച്ചമുളകിന് ഒരു മീഡിയം സൈസ് എരിവാണ് ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ എടുക്കണ മുളകിന് നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണോ അല്ലെങ്കിൽ 2 എണ്ണോ ഒക്കെ എടുത്താൽ മതി. അപ്പോൾ മുളക് എടുക്കുമ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ഈ മാങ്ങ ഇഞ്ചിയും അതുപോലെ തന്നെ നെല്ലിക്കയും നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതിയായിരിക്കും. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും നുറുക്കണമെന്നില്ല. പച്ചമുളകായാലും ഞാനിവിടെ ഒന്ന് നെടുകെ പിളർന്നെടുക്കുകയാണ് ചെയ്താക്കണത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ രുചിക്ക് അനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും കഷ്ണം വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലാണ്ട് കണ്ടമാനം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പച്ചമുളക് ഇതിൽ തന്നെ കിടന്നോട്ടെ. ബാക്കിയുള്ള കഷ്ണങ്ങൾ, അതായത് മാങ്ങ ഇഞ്ചിയും അതുപോലെ തന്നെ നെല്ലിക്കയും, അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്കൊരു പാത്രത്തേക്ക് കോരിയെടുക്കാം. നമ്മളിതൊന്ന് ചതച്ചിട്ടാണ് ഈ കറിക്ക് ചേർക്കണത്. ബാക്കിയുള്ള 1/4 ഭാഗം ഈ പാത്രത്തിൽ തന്നെ കിടന്ന്, ചട്ടിയിൽ തന്നെ കിടന്ന് ഒന്നും കൂടി വെന്തോട്ടെ. നമുക്ക് ഈ പച്ചടിയിൽ കുറച്ച് കഷ്ണങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു 1/4 ഭാഗം ഈ ചട്ടിയിലിട്ട് നമ്മൾ ഒന്നും കൂടി വേവിക്കാൻ പോണത്. നെല്ലിക്കയും മാങ്ങ ഇഞ്ചിയും ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരയ്ക്കേണ്ട, കുറച്ച് തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ മിക്സിയിലൊക്കെയാണ് അരക്കണേന്നുണ്ടെങ്കിൽ 2 or 3 തിരിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഇതേപോലെ തരിതരിപ്പായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ അരപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഒന്നും കൂടി തിളയ്ക്കണ സമയം കൊണ്ട് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ പച്ചത്തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ പച്ചടിക്ക് ഒരു ഗ്ലാസ് നല്ല പുളിയുള്ള മോര് ചേർത്ത് കൊടുക്കാം. മോര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉപ്പൊക്കെ നോക്കുക, കുറവുണ്ടെങ്കിൽ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. മോര് ചെറുതായിട്ട് പതഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ അരച്ചു വെച്ചേക്കുന്ന നാളികേരം കൂടി പച്ചടിക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബാക്കിയുള്ള പാകം ഈ ചട്ടിയിൽ ഇരുന്ന് തന്നെ ആയിക്കോളും.
ഇനി നമുക്ക് ഈ പച്ചടിക്ക് കടുകും മുളകും വേപ്പിലയും കൂടി താളിച്ചേർക്കാം. മാങ്ങായിഞ്ചി ഉപയോഗിച്ചിട്ട് അച്ചാറും ചമ്മന്തി മാത്രമല്ല ഇതുപോലത്തെ രുചികരമായിട്ടുള്ള ഒഴിച്ചുകറികളും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു പഴയകാല വിഭവമാണ്, മുത്തശ്ശിമാരുടെ റെസിപ്പിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കഴിയുന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബായ്.